ജെ പി ആണെങ്കിൽ ഞാൻ ബി ജെ പി ആണെന്ന് പറയാൻ മടിക്കരുത്. നിങ്ങൾ ബി ജെ പി ആണ്, ഞാൻ ബി ജെ പിക്കാരനാണ് എന്ന ക്വാളിറ്റിയോടുകൂടി നിങ്ങൾ അതിൻ്റെ നിലപാട് പറയണം. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരുടെ ഞാൻ പറയും, നിങ്ങളുടെ കൂടെ ബി ജെ പിക്കാരുണ്ടല്ലോ, അവർക്ക് ഈ പറഞ്ഞ മുസ്ലിങ്ങളൊന്നും പ്രശ്നമില്ലേ? ഞങ്ങൾ ഗ്രൂപ്പിനിടയിൽ രാഷ്ട്രീയം പറയാറില്ല. അതെന്താ? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ലേ? അല്ല, ഞങ്ങൾക്ക് കൂട്ടുകാർ നമ്മൾ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഹാർമണി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നിങ്ങൾ സംവദിക്കുമ്പോഴാണ് നിങ്ങൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും നിങ്ങൾ കുറ്റം പറയും. എന്തുകൊണ്ട് ബി ജെ പിയുടെ ഒരാൾ വരുമ്പം ബി ജെ പി മോശമാണെന്ന് പറയാൻ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? മറ്റേതും കടിയിടാം. പിണറായി വിജയനെ കുറ്റം പറയാം, രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാം, അത് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ നരേന്ദ്രമോദി കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലായി. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹിയാവുന്നുണ്ടല്ലേ? ശരിയാക്കത്ര ഇ ഡി. അപ്പോൾ നിങ്ങൾ കേസുകൾ ഫേസ് ചെയ്യാൻ റെഡിയാക്കും. യങ് ജനറേഷൻ ഇനി വരാൻ പോകുന്ന ആൽഫ ബേറ്റ ഏത് ജനറേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ മനുഷ്യരാണ്. ശരീരം മുറിഞ്ഞാൽ വേദന എടുക്കും, നിങ്ങൾക്കും വിശപ്പുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻസിൽ വീണ് പോകാതിരിക്കുക. അതാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ വേറെ ലോകം മാറ്റിമറിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അതിന് ഉദ്ദേശിക്കുന്നുമില്ല. സ്റ്റാൻഡ് എടുക്കുന്നത്, അവർക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കലാണ് ഞാൻ ഇപ്പോഴത്തെ പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ആയുധം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവരെ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോലീസ് സംവിധാനങ്ങളുണ്ട്. എങ്കിൽ നിങ്ങളല്ലേ അവരെ മുന്നോട്ട് പോകാതെ തടഞ്ഞിരുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാണ് ദൈവം ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനും ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനെ കൈയൊടിഞ്ഞ് മാറുന്നത്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? കൊലപാതകത്തിന് കൂട്ടു നിൽക്കുകയാണ്. നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള പൗരനാകുക. ഒരു രാജ്യത്തിൻ്റെ ഡെമോക്രസിയിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ആ രാജ്യത്തിൻ്റെ ഡെമോക്രസിയാണ് ഒരു ലോകത്തിൻ്റെ ഗവേണൻസ്. എന്ന് വെച്ചാൽ ഭരിക്കുന്നത് കോർപ്പറേറ്റ് ആവരുത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആവരുത്, സാധാരണകൾക്ക് ആർക്ക് വേണ്ടി ആകണം എന്ന് പറയുന്നതാണ് എൻ്റെ നിലപാട്. അതിനിപ്പോൾ ഏത് കുഞ്ഞുങ്ങൾ വന്നാലും, എന്നെ ഏത് ആൾ ചോദ്യം ചെയ്താലും ഞാൻ പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്.